മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പാലക്കാട് കൗൺസിലർ പ്രശോഭിനെ കൗൺസിലർ പദവിയിൽ നിന്നും അയോഗ്യനാക്കും. തുടർച്ചയായി 90 ദിവസം കൗൺസിലിൽ പങ്കെടുക്കാത്തതിനാലാണ് നടപടി. പ്രശോഭിന്റെ അവധി അപേക്ഷ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ രാജി ആവശ്യപ്പെട്ട് BJP LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഇതില് ഒരു കൗൺസിലർ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ലേ അതല്ല വിഷയം. അത് കോടതി തീരുമാനിക്കും. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ കൗൺസിലറായിട്ടുള്ള വ്യക്തി ഇന്ന് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈകി വരുന്ന ആളുകൾക്ക് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനുവാദം കൊടുക്കരുതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കേണ്ട കാരണം. പക്ഷേ കോടതി ആ അപേക്ഷ തള്ളിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാൻ, വിഷയം അദ്ദേഹത്തിന്റെ ലീവ് ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് ഒരു കൗൺസിൽ ഹാജരാവുന്നില്ലെങ്കിൽ, തുടർച്ചയായ 3 കൗൺസിലിൽ അദ്ദേഹം ഹാജരാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാവും. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ലൈംഗിക പീഡന കേസിൽ കഴിഞ്ഞ 3 മാസത്തോളമായി പ്രശോഭ് ഒളിവിലാണ്. കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കൗൺസിലിന് അധികാരമുണ്ട്. പക്ഷേ അതിനിടെ ഈ പ്രശോഭ് അവധി അപേക്ഷ നൽകിയിരുന്നല്ലോ, അത് എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? മാത്രമല്ല, പ്രശോഭിൻ്റെ രാജി ആവശ്യപ്പെട്ട് BJP LDF അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ മാത്രമല്ല, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ അടക്കം നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ടോമെ, ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പ്രശോഭിനാണ് പാലക്കാട് നഗരസഭാ കൗൺസിലർ സ്ഥാനം നഷ്ടമാവുക. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന് പ്രശോഭ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മാസത്തോളമായി കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് 4ാമത്തെ കൗൺസിൽ യോഗമാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ കൗൺസിലറിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് BJPയും CPMും നഗരസഭാ സെക്രട്ടറിയോട് പറയുന്നത്. അത് മാത്രമല്ല, പാലക്കാട് നഗരസഭാ സെക്രട്ടറി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിക്കും അയോഗ്യനാക്കേണ്ടത്. പ്രശോഭ അയോഗ്യനായാൽ UDFന് 17 കൗൺസിലർമാരായി കുറയും. അത് ഒരു കൗൺസിലർ കുറയും. മാർച്ച് 10-നാണ് പ്രശോഭ് അവസാനമായി കൗൺസിലിൽ പങ്കെടുത്തത്. പ്രശോഭിന്റെ അവധി അപേക്ഷയെ ചൊല്ലി പാലക്കാട് നഗരസഭയിൽ കൗൺസിലറിൽ ഇന്ന് തർക്കമുണ്ടായി. കോൺഗ്രസ് UDF കൗൺസിലർമാർ പ്രശോഭിന് വേണ്ടി വാദിക്കുകയും എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഈ പീഡന വീരനെ എന്തിനാണ് കൗൺസിലിൽ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് BJP കൗൺസിലറും അതുമാതിരി LDFന്റെ കൗൺസിലർമാരും കൗൺസിലിൽ ബഹളമുണ്ടാക്കി. അതുമാത്രവുമല്ല, പ്രശോഭിന് അവർ നൽകരുതെന്ന് LDFും BJP പ്രവർത്തകരും പ്രശ്നം നഗരസഭയിൽ ഉണ്ടാക്കി. 3 മാസത്തോളമായി പ്രശോഭ് 2 മാസത്തോളം ഒളിവിലും ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളമായി പ്രശോഭ് ജയിലിലുമാണ്. പ്രശോഭിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇന്ന് കൗൺസിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അതും കോടതി തള്ളുകയായിരുന്നു. അതുമൂലമാണ് ഇന്നും വരാതായത്. ഇപ്പൊ ഇത് ഈ നഗരസഭാ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രശോഭിന്റെ നഗരസഭാ കൗൺസിൽ യോഗം നഷ്ടമാകും. ടോം, അതാണ് എന്തായാലും അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. പ്രശോഭിൻ്റെ അവധി അപേക്ഷ കൗൺസിൽ യോഗം തള്ളിയിരിക്കുന്നു. BJPയും CPMും ഇയാളുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ, ഈ ലൈംഗികാരോപണ കേസിന് പിന്നാലെ പ്രശോഭ് മാസങ്ങളായി ഒളിവിലാണ്. ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടും നിയമത്തിന് മുന്നിൽ ഇയാൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്നു. കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യം. പ്രക്ഷോഭിൻ്റെ
ഈ കൗൺസിലർ സ്ഥാനത്തുനിന്നും അയോഗ്യനാക്കിയാൽ കോൺഗ്രസിൻ്റെ ഒരു അംഗം നഷ്ടപ്പെടും. സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. അത് വലിയ തിരിച്ചടി ഉണ്ടാകും. രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.